ഈ കോൺഗ്രസ് 300 വീട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ അവര് ആദ്യഘട്ട ഭൂമിക്ക് വേണ്ടി രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് മേപ്പാടിയിൽ, ഈ കുന്നമ്പറ്റ ഭാഗത്ത്. അപ്പൊ അത് കാട്ടാന ശല്യമുള്ള പ്രദേശമാണെന്ന് പറഞ്ഞിട്ട് LDF ഒരു പ്രചാരണം നടത്തുന്നു. അത് ഈ ഭവന പദ്ധതിയെ അട്ടിമറിക്കാനാണെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം പൊതുവെ LDF ഉണ്ടോ? എന്താ അവര് ഭവന പദ്ധതിയുള്ള എന്താണ് ഇതിനൊക്കെ പറയുക? ആദ്യം സ്ഥലം മേടിക്കട്ടെ, പിന്നെ കാട്ടാന വരുമെന്ന് നോക്കാം. അല്ല, രജിസ്ട്രേഷൻ നടത്തിയിട്ട് അവിടെ പണിയായിട്ട് പോയിക്കോട്ടെ. കാട്ടാന വരുമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണോ വീട് വയ്ക്കാത്തത്? അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ കാട്ടാന ഇല്ലാത്ത സ്ഥലങ്ങളേതാ? കാട്ടാന ഉണ്ടെന്ന് ആരോ പറഞ്ഞുകൊണ്ട് വീട് ഒരു കാര്യം പറയണ്ടേ? ഞങ്ങൾ കോൺഗ്രസിൻ്റെ 100 വീട് എവിടെ, യൂത്ത് കോൺഗ്രസിൻ്റെ 30 വീട് എവിടെ? ഞങ്ങൾ ചോദിക്കുന്നില്ല. അത് ഞങ്ങളുടെ കാര്യമല്ല. അവർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ, അതിലൊരു തർക്കമില്ല. ഈ പണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും, രാഷ്ട്രീയമില്ലാത്തവരെയും മനുഷ്യരെ സ്നേഹിക്കുന്നവരുടെയും ഒക്കെ തുകയുണ്ട്. നമ്മൾ വെള്ളാർമല സ്കൂള് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. കഴിഞ്ഞ ദിവസം ഒരു സന്തോഷം ഉണ്ടായി. വഞ്ചിപ്പാട്ടിൽ A ഗ്രേഡ് നേടി നമ്മുടെ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ. അതിജീവനത്തിൻ്റെ പുതിയ കാലം. വെള്ളാർമല സ്കൂൾ തിരിച്ചു പിടിക്കണം എന്നായിരുന്നു നമ്മുടെ ആവശ്യം. സർക്കാരിൻ്റെ സ്ഥലം അവിടെ ഇല്ല. നെഗോഷ്യബിൾ പർച്ചേസ് അനുസരിച്ച് സ്ഥലം ഏറ്റെടുത്താണെങ്കിൽ പോലും, പണം കൊടുത്ത് സ്ഥലം മേടിച്ചിട്ടാണെങ്കിലും അവിടെ വെള്ളാർമല സ്കൂളുകാർക്ക് സ്കൂൾ പണിതു കൊടുക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഭൂമി ഏറ്റെടുക്കേണ്ടതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഭൂമി ഏറ്റെടുത്താൽ അവിടെ പുതിയ സ്കൂൾ ചൂരൽമലയ്ക്ക് വേണ്ടി കട്ടാനുള്ള പണവും നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ ഒരു സ്ഥലം പഴയ വില്ലേജ് ഓഫീസിന്റെ അടുത്ത് ഇതിന്റെ ഒപ്പം തന്നെ അവർക്ക് വീടുകൾ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ സർവേക്ക് ശേഷമുള്ള തുടർ പ്രവർത്തനങ്ങൾ ഇതുവരെ എനിക്കതിൻ്റെ വിശദാംശം നോക്കിയിട്ട് പറയാൻ പറ്റും. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ ഹർജി കോടതി തള്ളിയിട്ടുണ്ട്. അപ്പോൾ ഈ വിമാനത്താവളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ഒരു പ്രശ്നം വരില്ല? ഒരു പ്രശ്നവും വരില്ല. സാങ്കേതികത്വമാണ് ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ നേരത്തെ ഉണ്ടായത്. കോടതി പറഞ്ഞത് എന്താ? 4-1 വീണ്ടും ആരംഭിക്കണം. സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൽ ചില മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. അല്ലാതെ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കരുതെന്നോ ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കേസിൽ അവർക്ക് അനുകൂലമായി വിധി പറയുകയോ ചെയ്തിട്ടില്ല. ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങളിലുണ്ടായിട്ടുള്ള ചില പ്രയാസങ്ങൾ കൊണ്ട് 11-1 നോട്ടിഫിക്കേഷൻ വരെയായിട്ടുള്ള കേസ് വീണ്ടും 4-1 വരണം എന്ന് കോടതി പറഞ്ഞു. ഇന്നത്തെ വിധി എനിക്കറിയില്ല. കോടതി പറഞ്ഞു. അതിൽ സർക്കാരിൻ്റെ മറുപടി കൊടുത്തു. സർക്കാരിൻ്റെ മറുപടി കൃത്യമാണെന്ന് ഞങ്ങൾ കരുതുന്നുണ്ട്. കോടതിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ഇനിയും അത് ഫർണിഷ് ചെയ്യും. മനസ്സിലാക്കുന്നത് നയന ചാരിറ്റബിളിന്റെ വാദം അംഗീകരിച്ചെന്നും അത് നയന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വാദം എന്താ? സർക്കാർ ഭൂമിയല്ല എന്നുള്ളത്. സർക്കാർ ഭൂമിയല്ല എന്നല്ല അവരുടെ വാദം. സർക്കാർ ഭൂമിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ പാലാ കോടതിയിൽ 70/2021 മറ്റൊരു കേസ് നടക്കുന്നുണ്ട്. ഇത് ഏറ്റെടുക്കലിനെതിരെയാണ്. ഇതിപ്പോൾ സർക്കാരിൻ്റെ സ്ഥലമാണോ? ഇത് എൽസ്റ്റൻ്റെ സ്ഥലമല്ലേ? ഞങ്ങൾക്ക് എന്താ തർക്കമുണ്ടായേ? ഞങ്ങൾ ഈ ഭൂമി ഏറ്റെടുത്തു. സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാനുള്ള അവകാശമുണ്ട്. അത് LARR 2013 എന്ന കേന്ദ്ര നിയമം കൊണ്ട് അത് അംഗീകരിച്ചിട്ടുമുണ്ട്. സർക്കാരിന് ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ ഭൂമി ഏറ്റെടുക്കാം. നയന ട്രസ്റ്റിൻ്റെ അല്ല, ലോകത്തിൽ ആരുടെയാണെങ്കിലും ഭൂമി ഏറ്റെടുക്കാം. അതിന് LARR 2013 കംപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നയന ട്രസ്റ്റിൻ്റെ ഭൂമിയാണെന്ന് അല്ലാന്ന് ഞങ്ങളിപ്പോൾ വാദിച്ചിട്ടില്ല. അത് ഞങ്ങൾക്ക് OP 70 പാലാ കോടതിയിലുള്ള മുൻസിഫ് കോടതിയിലുള്ള കേസുമായി ബന്ധപ്പെട്ടാണ്. ഇത് അവർ പറഞ്ഞത് ഭൂമി ഏറ്റെടുക്കുന്നതിലെ നടപടിക്രമങ്ങളിൽ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതാണ് അവരുടെ പ്രയർ. അത് മാറ്റണമെന്നാണ്. പറ്റിയിട്ടില്ല എന്ന് ഞങ്ങൾ വാദിച്ചു. അതിലെന്തെങ്കിലും കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും AGയുമായി ഉപദേശം ചോദിച്ച് അതുമായി മുന്നോട്ട് പോകാം. ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കരുത് എന്ന് ഒരു ഘട്ടത്തിലും കോടതി പറഞ്ഞിട്ടില്ല. ഇനി കോടതി പറയാനും പോകുന്നില്ല. കാരണം അത് നിയമത്തിൻ്റെ ഭാഗമായിട്ടില്ല. അങ്ങനെ ഒരു പ്രദേശത്തിൻ്റെ കാര്യം ഞാൻ പറയാൻ ആളല്ല. കാരണം അവിടെ നൽകിയിട്ടുള്ള അപ്പീലുകളിൽ ഒരപ്പീൽ വാദം കഴിഞ്ഞു. DDMAയുടെ അഭിപ്രായം അംഗീകരിച്ചു. അടുത്ത അപ്പീൽ ബന്ധപ്പെട്ട റവന്യൂ സെക്രട്ടറി പരിശോധിക്കും. അത് കഴിഞ്ഞ് അദ്ദേഹമാണ് അത് നേരിട്ട് നോക്കേണ്ടത്. സജി ചെറിയാൻ്റെ ചില പ്രസ്താവനകൾ വലിയ വിവാദമാണ്. പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷമൊക്കെ മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന മതേതര ആശയങ്ങൾക്കെതിരായിട്ടുള്ള അതിന് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന രീതിയിലാണ് പ്രസ്താവന എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ അറിവോടെ നടത്തുന്ന പ്രസ്താവന എന്ന് കോൺഗ്രസ് വിമർശിക്കുന്നുണ്ട്. നടക്കട്ടെ. ഇതിപ്പോൾ നമുക്ക് പുതിയ നഗരത്തെക്കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങളിലും ചിന്തകളിലും നിൽക്കാം. മറ്റു നമുക്ക് വേറെ അവസരത്തിൽ പറയാം ആവശ്യത്തിന്.